മന്ത്രവാദത്തിൽ പല തന്ത്രങ്ങളും പയറ്റാറുണ്ട്. മന്ത്രവാദം ചെയ്യുന്നവർ പല തന്ത്രവും കാണിക്കാറുണ്ട്. അതിലൊരു തന്ത്രമാണ് മായാതന്ത്രം. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും എന്താണ് മായാതന്ത്രം. നിങ്ങൾക്കും പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത്. മന്ത്രവാദികൾ മായാരൂപത്തെ കാണിക്കുന്ന, അല്ലെങ്കിൽ മന്ത്രവാദത്തിൽ മായാരൂപത്തിലൂടെ മറ്റൊരു ശത്രുവിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു തന്ത്രരീതിയാണ് മായാതന്ത്രം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ ശത്രുവിനെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്, മറിച്ച് മറ്റൊരാളെയായിരിക്കും ശത്രുസ്ഥാനത്ത് കാണുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എല്ലാവർക്കും ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രണാമം. നമസ്തേ. നമുക്ക് ഇതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. പലപ്പോഴും നിങ്ങൾക്കൊരു ശത്രുദോഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഈ ശത്രു ആരാണെന്ന് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയുന്നു. എന്നിട്ട് നിങ്ങൾ ജ്യോതിഷനെ കാണാനായിട്ട് പോകുന്നു. ഈ മന്ത്രവാദം ചെയ്ത ആൾ തീർച്ചയായിട്ടും അവർക്കറിയാം നിങ്ങൾക്കൊരു ദുരിതമുണ്ടാകുമ്പോൾ നിങ്ങളൊരു ജ്യോതിഷയെ കാണാൻ പോകും. ആ ജ്യോതിഷിയുമായി നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കും. നിങ്ങൾ ഒന്നെങ്കിൽ ജ്യോതിഷിയെ നിങ്ങൾ വഴിതെറ്റിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ ജ്യോതിഷി വഴിതെറ്റിക്കും. അതുകൊണ്ട് യഥാർത്ഥ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഈ മന്ത്രവാദിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് മന്ത്രവാദി ഇത് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം ചെയ്തിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ദുരിതങ്ങളുടെ കാരണക്കാരൻ ആരാണെന്ന് ഒരു വഴക്ക് കൊണ്ടോ ശത്രുത കൊണ്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരാളെ എത്തിക്കും. പിന്നീട് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയാണ്, ഞാനുമായി വഴക്കുണ്ടാക്കിയ ആളാണ് ഈ ശത്രുദോഷം എനിക്ക് വരുത്തി വെച്ചേക്കുന്നത് എന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് വരും. അങ്ങനെ പിന്നെ ഇയാളുടെ പുറകെ ആയിരിക്കും നിങ്ങളുടെ ഓട്ടം മുഴുവൻ ഉണ്ടാകുക. അങ്ങനെ നിങ്ങൾ ഈ ശത്രുവിനെ തോൽപ്പിക്കാനായി, ഈ ശത്രു കാരണം എനിക്ക് വന്നിരിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിച്ചുകൊണ്ട് നിങ്ങൾ ജ്യോത്സ്യനെ കാണാൻ ചെല്ലും. ജ്യോത്സ്യനോട് മുൻകൂട്ടി തന്നെ നിങ്ങൾ വിവരങ്ങൾ പറയും. ഇതൊക്കെയാണ് ഈ ശത്രുദോഷം, എനിക്ക് ശത്രുവുണ്ട്. അല്ലെങ്കിൽ ജ്യോതിഷം ചില ലക്ഷണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓടി ഈ പറയുന്ന ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് ഇയാളെ പ്രതിഷ്ഠിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ആ ആളായിരിക്കും നിങ്ങളുടെ മുന്നിലെ ശത്രു. എന്നാൽ യഥാർത്ഥ ശത്രു ഇതൊന്നും ആയിരിക്കണവും ഇല്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശത്രുദോഷത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിക്കും. ജ്യോത്സ്യൻ ഒരു ചാർട്ട് എഴുതി ഒരു മാന്ത്രികനായിട്ടുള്ള ആൾക്കോ താന്ത്രികനോ ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. അവിടെയാണ് നിങ്ങൾ പണം മുടക്കി ഈ ശത്രുവിനെതിരെ കർമ്മം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാൻ പറയുന്നു. നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിൽ സങ്കല്പിക്കുന്നു. കർമ്മം ആരംഭിക്കുന്നു. അങ്ങനെ ഈ കർമ്മം പൂർണ്ണമാകുന്നു. കർമ്മം പൂർണ്ണമായതിനു ശേഷം നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. താൽക്കാലികമായ ഒരു ആശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു. പക്ഷേ സംഭവങ്ങളെല്ലാം പഴയ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ കർമ്മിയെയും ജ്യോതിഷനെയൊക്കെ വിളിക്കും. അവരെയെല്ലാം പ്രതിക്കൂട്ടിലാക്കും. അവരെ വിളിച്ച് കാര്യം പറയും. അവർ പറയും അതെല്ലാം ഞങ്ങൾ കൃത്യമായി ചെയ്തതാണ് എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ഫലമൊന്നുമില്ല. അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങളും ജ്യോതിഷനും കർമ്മിയും ഒക്കെ പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. പക്ഷെ ഇവിടെ ജ്യോതിഷനും പ്രതിക്കൂട്ടിലല്ല, കർമ്മിയും പ്രതിക്കൂട്ടിലല്ല. പ്രതിസ്ഥാനം നിർത്തേണ്ടത് നിങ്ങളെയാണ്. കാരണം ഈ ജ്യോതിഷനെയും കർമ്മിയെയൊക്കെ വഴിതിരിച്ചത് നിങ്ങളൊരാളാണ്. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് സംഭവിച്ചത്? ഇങ്ങനെ നിങ്ങളുടെ സ്ഥാനത്ത് ഈ ആദ്യമായി കർമ്മം ചെയ്തപ്പോൾ അവിടെ ഒരാളെ മായയായി സൃഷ്ടിച്ചു വെച്ചു. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഒരാളായിട്ടൊരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി. അത് നിങ്ങളുടെ കുടുംബത്തായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായോ സഹപ്രവർത്തകരോ ആയിട്ടായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ നിങ്ങൾ ആ ശത്രുസ്ഥാനത്തേക്ക് കാണുന്ന ആളെ വച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അവിടെയെല്ലാം നിങ്ങൾക്ക് യഥാർത്ഥ ശത്രുവിനെ മറയ്ക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരവും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ സത്യം. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ ഇതേ ഭാവവും വച്ചിട്ട് നിങ്ങൾ മറ്റൊരാളെ കാണാൻ പോകും. അയാളോടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയും. ഒരുപക്ഷെ നിങ്ങൾ അയാളെയും വഴിതെറ്റിക്കും. പക്ഷേ ഉപാസകനായിട്ടുള്ളൊരു ജ്യോത്സ്യൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ
നിങ്ങൾ പറയുന്ന കാര്യം മുഖവിലക്കെടുക്കാൻ പോയിട്ട് നിങ്ങൾ പറയാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ അയാൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചോളാം. അങ്ങനെയാണ് ഒരു ഉപാസകനായിട്ടുള്ള നല്ല ഉപാസനാ സിദ്ധിയുള്ള ജ്യോത്സ്യൻ പറയുക. പക്ഷേ നിങ്ങൾ ഈ ജ്യോത്സ്യനെ അംഗീകരിക്കില്ല. ആ ജ്യോത്സ്യന് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കയറില്ല. കാരണം അതെല്ലാം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്തു വച്ചിട്ടുണ്ട്. അത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞാലേ തൃപ്തിയാകുള്ളൂ. അതുകൊണ്ട് അവിടെയും നിങ്ങൾ പരാജയപ്പെടും. അങ്ങനെ നിഴലിനോട് യുദ്ധം ചെയ്ത് നിങ്ങൾ നാളുകൾ നീണ്ട് ഇങ്ങനെ നടക്കും. ആ സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു പരുവത്തിലാകും. നിങ്ങളുടെ ജീവിതം കരപറ്റാനുള്ള സാധ്യതകളൊക്കെ അസ്തമിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പോകും. അവിടെ കുടുംബത്ത് പല പ്രശ്നങ്ങളുണ്ടാകും, കുടുംബ വഴക്കുകളുണ്ടാകും, കുടുംബത്ത് ദാരിദ്ര്യം കളിയാടും, നിങ്ങളുടെ തൊഴിൽ ആ സമയം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ഇവിടെയാണ് മന്ത്രവാദി ആ സൂത്രം പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകണോ അത്രയും നല്ലതാണ് ഈ മന്ത്രവാദിയെ സംബന്ധിച്ച്. കാരണം അയാൾക്ക് അയാളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ആ മന്ത്രവാദം ചെയ്യിച്ച ആൾക്ക് അയാളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയം നിങ്ങളായി തന്നെ അയാൾക്ക് നൽകുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു സത്യം. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ മായാരൂപത്തിൻ്റെ സാന്നിധ്യം. ഇവിടെയാണ് അയാൾ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു മായ നിങ്ങളെ ഒരാളായി മാറ്റുന്നത്. അപ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിലല്ലാത്ത ശത്രുവിൻ്റെ പുറകെ പോകുമ്പോൾ അവർക്ക് അവരുടെ ആ ഉദ്യമം പൂർത്തിയാക്കാൻ സാധിക്കുകയും അത്രയും നാളുകൊണ്ട് നിങ്ങൾ മായാശത്രുവിൻ്റെ പുറകെ ഓടി നിങ്ങളുടെ ജീവിതം ഏകദേശം നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ആ സമയം മതിയത്ര ഈ ഉദ്ദേശിച്ച ആൾക്ക് നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, അല്ലേ? 12 രാശികളും 108 കബഡിയും മറച്ച് കർമ്മം ചെയ്യുന്ന മന്ത്രവാദികളുണ്ട്. 108 പലരും 12 രാശിയും 9 ഗ്രഹങ്ങളെയും മറകെട്ടി കാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവിനെ സങ്കല്പിച്ച് ആ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു സാധാരണ ജ്യോത്സ്യനെ കൊണ്ട് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇനി അയാൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അയാളെ കണ്ടുപിടിക്കാൻ സമ്മതിക്കുകയും ഇല്ല. ഞാനീ പറഞ്ഞു വന്നൊരു കാര്യം ഇതാണ് നിങ്ങളോട് പറഞ്ഞു വന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ജ്യോത്സ്യനെ മിസ്ഗൈഡ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്കറിയേണ്ട കാര്യം മാത്രം ജ്യോത്സ്യനോട് പറയുകയും യഥാർത്ഥ ശത്രുവാണ് എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പുവരുത്തിയിട്ട് വേണം കർമ്മങ്ങളിലേക്ക്, ഏത് തരം കർമ്മമാണ് ആ ശത്രു ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അയാളുടെ ദേശം, അയാളുടെ ഗോത്രം എല്ലാം, കർമ്മിയുടെ ഗോത്രം എല്ലാം കണ്ടെത്തിയതിന് ശേഷമാണ് കർമ്മം ചെയ്യാൻ ആരംഭിക്കേണ്ടത്. എല്ലാവരും എല്ലാ കർമ്മവും ചെയ്യാൻ വിധിക്കപ്പെട്ടവരല്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ആ കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കർമ്മിയുടെ ഗോത്രവും കർമ്മിയുടെ മൂർത്തിയും അതുപോലെ തന്നെ ആ കാര്യങ്ങളും ഏത് വച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഈ കർമ്മം ആരംഭിക്കാൻ. മാത്രമല്ല ശത്രു ആരാണെന്ന് നോക്കി ആ ശത്രുവിൻ്റെ സമയം, മോശമായ സമയം കൂടി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. അത് ശത്രുവിൻ്റെ നാള് അല്ലെങ്കിൽ ശത്രുവിൻ്റെ രീതികളൊക്കെ ജ്യോതിഷന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അയാളുടെ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനത്തേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അഷ്ടമഗ്രഹത്തിലായിരിക്കുന്ന സമയത്തോ ഒക്കെ അയാൾക്ക് ഒരു സമയം, ദോഷമുള്ള സമയം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ അയാൾക്ക് സമയം ദോഷമുള്ളപ്പോൾ അയാളുടെ ദൈവാധീനം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ സമയത്ത് വേണം ഈ കർമ്മം ആരംഭിക്കാൻ. അങ്ങനെ ആരംഭിച്ചാൽ മാത്രമാണ് ഇത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എൻ്റെ ഈ ഒരു വിഷയം ഇതായിരുന്നു, കർമ്മം മറകെട്ടി ചെയ്യുന്ന മായാതന്ത്രം എന്നാണ്. അപ്പോൾ ഈ മറകെട്ടി വെച്ചിട്ട് ചെയ്യുന്ന പല കർമ്മങ്ങൾ കൊണ്ടും യഥാർത്ഥ വസ്തുതകൾ മൺമറഞ്ഞു പോവുകയും നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കാതെ വരികയും നമ്മൾ വ്യാജമായ കാര്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ പുറകെ പായുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഒരു രീതിയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. കാരണം അനേകം പേര് എൻ്റെ അടുക്ക വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കിയതാണ്, ഒരുപാട് കർമ്മം ചെയ്തു, പണം എല്ലാം നഷ്ടപ്പെട്ടു, അവസാനം കടമായി ഇത് ചെയ്തു തന്നെ, ആ സമയം കൊണ്ട് ഞങ്ങളുടെ ദുരിതങ്ങളും അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു മായാതന്ത്രം മന്ത്രവാദത്തിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ആ മായാതന്ത്രത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ, അല്ലെങ്കിൽ ജ്യോതിഷം പെട്ടുപോയാൽ ഒരിക്കലും നേർവഴിക്ക് എത്താൻ പാടുപെടും, സമയമെടുക്കും. അതുകൊണ്ട് ഉത്തമനായൊരു ജ്യോതിഷനെ കണ്ടുപിടിച്ച് വേണം ഈ ശത്രു രീതികളിലും ശത്രുദോഷങ്ങളും മാറ്റുവാനായിട്ട് ശ്രമിക്കാൻ. അതുപോലെ നല്ലൊരു മാന്ത്രികനായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത്.
അയാൾ ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളത് കൃത്യമായി കണ്ടുപിടിച്ച് നിങ്ങൾക്കൊരു ദിശാബോധം തരും. ആ ജ്യോതിഷൻ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും, ഇത് സത്യമാണോ മിഥ്യയാണോ യഥാർത്ഥ വസ്തുതയാണോ എന്ന്. അതിന് ജ്യോതിഷനെ കാണാൻ പോകുന്ന മുമ്പ് നിങ്ങളുടെ പിതൃക്കളെയും കുലദേവതയെയും വരദേവതയെയും ദേശദേവതയും എല്ലാം പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടി വേണം നിങ്ങൾ ഒരു ജ്യോത്സ്യനെ കാണാൻ പോകാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ബാധ വരും. ആ ബാധ ഇതിനെല്ലാം മറിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്തേ, പ്രണാമം. Like, share, subscribe.